ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഇന്ന് ജയ് ഗണേശ് എന്ന സിനിമയുടെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെയാണ് സിനിമ കണ്ടത്, പക്ഷേ ഇന്നലെ റിവ്യൂ ചെയ്യാൻ സാധിച്ചില്ല. ഇന്നും നേരം വൈകി. വിഷുവിൻ്റെ കുറച്ച് തിരക്കാണ്. വിഷുവിൻ്റെ എന്താ പറയുക, വിഷുത്തല എന്നുള്ള ആ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഓട്ടത്തിലായിരുന്നു. ഇപ്പോഴൊന്നും ഫ്രീ ആയത്, അതുകൊണ്ടാണ് വൈകിയത്, സോറി. എന്തായാലും വിഷു ആശംസകൾ. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പോൾ ജയ് ഗണേശ് എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അവലോകനമാണ്, എൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇന്നലെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലാണ് ഞാൻ ഈ പറഞ്ഞ ജയ് ഗണേശ് എന്ന സിനിമ കണ്ടത്. ഉണ്ണി മുകുന്ദൻ്റെ സിനിമയാണ്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ എന്ന നടൻ എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ആളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഉണ്ണി മുകുന്ദന് ധാരാളം എതിരാളികളുണ്ട്. കാരണം ഉണ്ണി മുകുന്ദൻ ഒരു വിഭാഗത്തിൻ്റെ ഒരു വക്താവാണെന്നുള്ള ഒരു പേര് സമ്പാദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ ഒരു വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് എല്ലാവരും കാണുന്നത്. മാത്രമല്ല, ജയ് ഗണേശ് എന്ന പേര് കേൾക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്നൊരു ധാരണ ഇത് എന്താ പറയുക, ഗണേശൻ ഗണപതിക്കായിട്ടുള്ള ബന്ധപ്പെട്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഹിന്ദു മിത്തോളജിയുടെ വല്ല സിനിമയാണോ എന്നൊക്കെയാണ് ആളുകളുടെ പലരും ധാരണ. ഇപ്പോഴും കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവുക. പക്ഷേ ആ ധാരണ മാറ്റിക്കൊണ്ട് ഈ സിനിമ ദൈവമായോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് ഹിന്ദു മതമായിട്ടോ ഒരു ബന്ധമില്ലാത്ത സിനിമയാണ്. അതായത് ആ സിനിമയിലെ ഒരു ക്യാരക്ടറിൻ്റെ പേരാണ് ജയ് ഗണേശ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. അതായത് കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു സൂപ്പർ ഹീറോൻ്റെ ഒരു ജയ് ഹനുമാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം പോലെ തന്നെ ഒരു പേര് കൊടുത്തിട്ടുള്ളതെന്ന് മാത്രം. അപ്പോൾ ഈ കാര്യത്തിലേക്ക് വരാം. സിനിമ കണ്ടു, ഗിരിജ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു. പക്ഷേ എനിക്ക് ഈ സിനിമ മുഴുവനായിട്ടും ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ 3 സിനിമ ഇവിടെ വന്നിട്ടുണ്ട്. ആവേശം വന്നിട്ടുണ്ട്, കണ്ടു. വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമ കണ്ടിട്ടില്ല. ആ സിനിമ കുഴപ്പമില്ല എന്ന് പറഞ്ഞ 8 വർഷം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടാൽ മാത്രമേ എൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. എനിക്ക് എത്രമാത്രം ഇഷ്ടപ്പെടുമെന്ന് പറയാൻ കഴിയില്ല. സിനിമ എന്താ പറയുക, പലരും പല അഭിപ്രായമാണ് പറയുന്നത്. നല്ല പടമാണെന്ന് പറയുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്, നിവിൻ പോളി കാരനാണ് വിജയിച്ചെന്ന് പറഞ്ഞത്. അതൊക്കെ ഞാൻ കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായം പറയാം. എന്തായാലും ആവേശം എന്ന സിനിമ എനിക്ക് വലിയ ഇഷ്ടമായി. ഫഹദ് ഫാസിൽ നിറഞ്ഞാടിയ സിനിമയായിരുന്നു. ഗംഭീര സിനിമയൊന്നുമല്ലെങ്കിലും ഫഹദ് ഫാസിലിൻ്റെ വൺ മാൻ ഷോ കൊണ്ടിട്ട്, അതായത് ഫഹദ് ഫാസിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഫഹദ് ഫാസിലിൻ്റെ ഒരു രാജമാണിക്യം സിനിമയാണ്. മമ്മൂക്ക രാജമാണിക്യത്തിൽ എങ്ങനെ അഴിഞ്ഞാടി, അതുപോലെ തന്നെ ഒരു അഴിഞ്ഞാട്ടമാണ് ഫഹദ് ഫാസിൽ. അത് ഗംഭീര അഴിഞ്ഞാട്ടം തന്നെയായിട്ടുണ്ട്. കഥയും തിരക്കഥയും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര ഗംഭീര സിനിമയൊന്നും അല്ലെങ്കിലും ടോട്ടാലിറ്റിയിൽ വളരെ മനോഹരമായ സിനിമയാണ്. മാത്രം കാശ് കൊടുത്ത് സിനിമ കാണുമ്പോൾ ആളുകൾക്ക് വലിയ ഇഷ്ടപ്പെടും. മാത്രമല്ല, ഫഹദ് ഫാസിലിൻ്റെ ആരാധകനായി മാറും ആ സിനിമ കണ്ടാൽ. ഞാൻ ഫഹദ് ഫാസിലിനെ ഇഷ്ടപ്പെടുന്ന നടനാണ്, വ്യക്തിയാണെങ്കിലും ആ സിനിമ കണ്ടതോടുകൂടി കൂടുതൽ ഇഷ്ടം ഫഹദ് ഫാസിലിനെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ അതിശോക്തിയില്ല. അപ്പോൾ നമുക്ക് ജയ് ഗണേശിലേക്ക് തന്നെ തിരിച്ചു വരാം. ജയ് ഗണേശ് എന്ന സിനിമ അതുപോലെ നമുക്ക് എന്താ പറയുക, കോരിത്തെരിപ്പിക്കുന്ന സിനിമയൊന്നുമല്ല. ഈ സിനിമയിലെ എന്താ പ്രത്യേകത വെച്ചാൽ സിനിമയുടെ തിരക്കഥയ്ക്ക് കുറച്ച് അപാകതകളുണ്ട്. അദ്ദേഹത്തിന് ഈ സിനിമയിലേക്ക് നമ്മളെ ശരിക്കും ഇറക്കി വിടാൻ സാധിക്കുന്നില്ല. സംഭവം അതിൻ്റെ തീമും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. പക്ഷേ അതിൽ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ എനിക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിലെ ഒരു ചെറിയ വില്ലനിസം ഉള്ളൊരു വ്യക്തി, അതായത് MLA ആയി അഭിനയിക്കുന്ന ആ വ്യക്തി, അതുപോലെ തന്നെ അങ്ങനെ പോലീസ് ഓഫീസേഴ്സായിട്ട് അഭിനയിക്കുന്നവരൊന്നും അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ശരിക്കും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളങ്ങോട്ട് കഥയിലേക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. അത് കുട്ടി മിസ്സാവുന്നതും ആ കുട്ടിയെ കണ്ടുപിടിക്കുന്നതൊക്കെയാണ് കഥ. ആ കഥയിൽ നമുക്ക് ആ കുട്ടീനെ മിസ്സാവുന്നത്, ആ കുട്ടീനെ തിരിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു എന്താ പറയുക, സർവൈവൽ സ്റ്റോറിയാണ് ശരിക്കും പറഞ്ഞത്. ഉണ്ണിമുകുന്ദൻ ആ കുട്ടിയെ രക്ഷിക്കുന്ന, 2 കാലം സ്വാധീനമില്ലാത്ത ഉണ്ണിമുകുന്ദൻ്റെ കഥാപാത്രം ഈ കുട്ടിക്ക് ഈ ഉണ്ണിമുകുന്ദൻ എന്ന കഥാപാത്രം ഒരു സൂപ്പർ ഹീറോ ആണ്. അവരൊരുമിച്ച് ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും കുട്ടിയെ രക്ഷിക്കുന്നതൊക്കെയാണ് സംഭവം. പക്ഷെ നമുക്ക് എന്തോ അതിലേക്ക് അങ്ങോട്ട് നമ്മൾ കുഴപ്പമൊരു ആടുജീവിതം സിനിമ കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്, എങ്ങനെയെങ്കിലും പൃഥ്വിരാജിൻ്റെ കഥാപാത്രം നജീബ് എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള നമുക്കൊരു വെമ്പൽ അല്ലെങ്കിൽ വിഷമം ഉള്ള കഥാപാത്രത്തിൻ്റെ കൂടെ പോകുന്ന പോലെ ഈ സിനിമയിൽ നമുക്ക് അങ്ങനെ കൂടെ അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് ഉണ്ടായ നെഗറ്റീവ്. കാരണം ഈ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കഥാപാത്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ആ കുട്ടി എങ്ങനെയും രക്ഷപ്പെടണം, അല്ലെങ്കിൽ ആ ടെൻഷൻ നമുക്ക് കൊണ്ടുവരാൻ, ആ കുട്ടീനെ ഓരോ സമയം നീണ്ട് രക്ഷിക്കാൻ പറ്റാതെയുള്ള സാഹചര്യത്തിൽ കുട്ടീനെ എങ്ങനെ നമ്മൾ നീണ്ടു പോകുമ്പോൾ ആ വിഷമം അല്ലെങ്കിൽ ആ
ഇത് നമുക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നാണ് സംഭവം. മൊത്തത്തിൽ ടോട്ടാലിറ്റി നോക്കുകയാണെങ്കിൽ സിനിമ മോശമില്ലാത്ത സിനിമ തന്നെയാണ്. പക്ഷേ എന്തോ എവിടെയോ ഒരു പാളിച്ച നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. കാരണം നമുക്ക് കഥാപാത്രത്തോട് കൊണ്ട് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉണ്ണിമുകുന്ദൻ വളരെയധികം ബെറ്റർ ആയിട്ടുണ്ട് എന്ന് മാത്രം പറയാൻ സാധിക്കുള്ളൂ. കാരണം ഉണ്ണിമുകുന്ദൻ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഇനിയും കുറേയും കൂടി തെളിയാനുണ്ട് എന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും വിഷുവിന് വന്ന സിനിമകളിൽ 3 സിനിമകളിൽ എന്തായാലും 3-ാം സ്ഥാനം മാത്രമേ ജയ് ഗണേശിനുള്ളൂ. എന്തായാലും ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള രഞ്ജിത്ത് ശങ്കറിന് കുറച്ചും കൂടി നല്ല രീതിയിൽ സിനിമ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. നല്ല എന്താ പറയുക, അഭിനേതാക്കളെയൊക്കെ കൂട്ടി ചെയ്ത ക്യാരക്ടർ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ജോമോളുണ്ട്, അതുപോലെ തന്നെ അശോകനുണ്ട്, അതായത് നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ അച്ഛനായിട്ട് അശോകനുണ്ട്. അവരൊക്കെ നന്നായിട്ട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് ടീമും അങ്ങനത്തുള്ള, അതുപോലെ തന്നെ MLA ആയിട്ടുള്ള വ്യക്തി, ഇവർക്കും കൂടി കുറച്ചും കൂടി നല്ല കലാകാരന്മാരെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നാവുമായിരുന്നു തോന്നുന്നു. അതുപോലെ വില്ലനായി അഭിനയിച്ച ആൾ, അവരൊക്കെ ഒരു വില്ലനായിട്ട് അഭിനയിച്ച ആളൊക്കെ വില്ലനല്ല, ഈ സിനിമയിൽ വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു നെഗറ്റീവ് റോൾ, പോസിറ്റീവ് നെഗറ്റീവ് റോൾ എന്ന് പറയാം. അങ്ങനെയുള്ളൊരു വ്യക്തി, അവർക്കൊന്നും ഈ സിനിമയിൽ നമുക്കൊരു അവരോടൊരു എന്താ പറയുക ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ തകരാറുകൾ തിരക്കഥയിൽ വന്ന പാളിച്ച. സിനിമ 2 മണിക്കൂറിലൊന്ന് പറയുന്നുണ്ട്, പക്ഷേ ഒരു 3 മണിക്കൂറായിട്ട് തോന്നും സിനിമ. ഭയങ്കര ലാഗിങ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ സിനിമയ്ക്ക് 10-ൽ 6 മാർക്ക് മാത്രം കൊടുക്കാൻ സാധിക്കുള്ളൂ. മോശം സിനിമയല്ല ജയ് ഗണേശ്, എന്നാലും നല്ല സിനിമ എന്നും പറയാൻ സാധിക്കില്ല. ഓക്കെ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഗണേശ്.